Bazooka. What is bazooka? What is bazooka? Bazooka. The Ikas. Coming in the bus. Coming on the bus. And buzz is uka. Buzz is Bazooka. No. Bazooka. 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 Yes. എന്താണോ എന്തോ ഇക്ക ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സീൻ ഉണ്ടല്ലോ, അത് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സീൻ സൂപ്പറായിരുന്നു. ബസൂക്ക എന്ന് പറഞ്ഞപ്പോ ഞാൻ അത്ര പ്രതീക്ഷയില്ലല്ലോ സത്യം പറഞ്ഞ. മാർവലസ്. അത് ഭയങ്കരമായിരിക്കും അല്ലേ? എന്നുവെച്ചാൽ അത് ബസൂക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വിചാരിക്കും? ബസൂക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ സാധനം ആയിരിക്കും. ബസൂക്ക മറ്റേ സാധനം. അതെ ഏതൊരു ഇതില്ലേ? അതെ 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 മറ്റേ സാധനം. മമ്മൂട്ടി ഇങ്ങനെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ വന്ന കാലത്ത് പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഒരു കാര്യം മമ്മൂക്ക അറിയാവുന്നവരോട് മമ്മൂക്ക പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ, ബസൂക്ക ഉപയോഗിക്കാൻ അറിയില്ല മക്കളെ, ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് മമ്മൂട്ടി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കോളണം. അത് ഏത് തമ്പുരാനോ എമ്പുരാനോ ഏത് മറ്റവരോ ആരും വന്നിട്ട് കാര്യമൊന്നുമില്ല. ബസൂക്ക എന്ന് പറഞ്ഞ അളിയനെങ്കിൽ ഒരു അളിയനങ്ങ് കൊണ്ടുപോകും. അത്രേ ബസൂക്ക എന്തെന്നറിയണമെങ്കിൽ ബസ് എന്തെന്നറിയണം, എന്തെന്നറിയണം, ഇക്ക എന്തെന്നറിയണം അല്ലേ? ചക്ക എന്തോന്നറിയണം. ചക്ക. ഇക്കൊക്കെ എവിടെ? ലിക്ക. ബസൂക്കയിൽ ലിക്കയുണ്ടോ? ഇല്ല. ലിക്ക ഇനി എടുക്കില്ല. ലിക്ക ഇനിയില്ല. കോട്ട് എന്തെന്നറിയണം, സൂട്ട് എന്തെന്നറിയണം, ടൈ എന്തെന്നറിയണം, കൂളിംഗ് ഗ്ലാസ് എന്തെന്നറിയണം. എന്നാലേ ബസൂക്ക എന്തെന്നറിയാൻ പറ്റുള്ളൂ. പിന്നെ കൂളിംഗ് ഗ്ലാസ്. എന്തൊക്കെയാ പറയുന്നത്? ഗൗതം വാസുദേവ് മെനൻ. പക്ഷെ ഒരു കാര്യം, തിയേറ്റർ കുലുങ്ങി. ലുലുമോൾ വരെ കുലുങ്ങി. കുലുക്കം കേട്ടപ്പോ നോക്കിയപ്പോ ചെറുത്താൻ അപ്പൊ തന്നെ മറ്റേ ഇതിന്റെ അടിയിലോട്ട് കയറി കിടക്കുന്നു. എന്തോ ഭൂമി കൊടുക്കാൻ. അതെ, ഞാനോർത്ത് അപ്പഴാ പറഞ്ഞ ബസൂക്ക. ഞാനോർത്ത് തന്നെ അറിയാം വല്ലവരും കൊണ്ട് ബസൂക്ക വെച്ച് അടിച്ചു വന്ന്. ലുലുമോളല്ലേ ബസൂക്കയ്ക്ക് അടി വന്നെന്ന് അപ്പഴാ പറയുന്നത്. അതുകൊണ്ട് അവിടെ തിയേറ്ററാ കുലുങ്ങുന്നതെന്ന്. നമ്മള് ചെന്നപ്പോ എന്താ കണ്ടില്ലേ? ആറാട്ടം കുലുക്കി. എവിടെയോ തിയേറ്റർ കത്തി. ആരാണ്ട് തിയേറ്ററിന് തീയിട്ട് ഫുൾ സീൻ എന്തല്ലേ. എന്നാലും ആറാട്ടെണ്ണം വരുമ്പോ ഇങ്ങനെ തിയേറ്ററൊക്കെ കുലുങ്ങാന്ന് പറഞ്ഞ. പണ്ട് മറ്റേ ലിജോ ജോസ് പല്ലിശ്ശേരിയും പാപ്പച്ചനും ആരാണ്ടൊക്കെ കൂടെ കുലുക്കാൻ നോക്കി, തള്ളി കുലുക്കാന്ന് പറഞ്ഞു. ടിനു പാപ്പച്ചൻ. പക്ഷെ കുലുങ്ങിയില്ല. പാപ്പച്ചനാണെങ്കിൽ പോലും നമുക്ക് ഒരു വിശ്വാസ്യത എടുക്കാം. ടിനു പാപ്പച്ചൻ കേൾക്കുമ്പോ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. ടിനു 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 ടിനുക്കുട്ടൻ നടക്കൂല. തള്ളിയിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ തള്ളിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. തിയേറ്ററിൽ അണ്ണൻ തിയേറ്റർ. ഞാൻ ഇവിടെ അണ്ണനെ വെച്ചൊരു സിനിമ എടുക്കണോ അല്ലേ? ഒന്നെങ്കിൽ ശരിയാ സിനിമ എടുക്കണം. ഒന്നെങ്കിൽ അത് ലോക നല്ലൊരു പടം, നല്ലൊരു ആർട്ട് അല്ലേ? ഇത് രണ്ടും ഇയാളെ വെച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ എടുത്താലും പടം അവിടെ ഹിറ്റാ. തിയേറ്ററിൽ പടം ഓടെ ചെയ്യും. ആറാട്ടൻ ഇങ്ങനെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് നിൽക്കുക ഭയങ്കര രസമായിരിക്കും. നമുക്ക് അണ്ണനെ വെച്ചൊരു പടം ചെയ്താൽ. പക്ഷെ അതെങ്ങനെ ഇവര് ഇമാര് മണ്ടന്മാരാണ്. ഇമാര് നമുക്ക് പ്രൊഡ്യൂസറോടൊന്ന് ചോദിച്ചാൽ, നമുക്കൊരു പ്രൊഡ്യൂസറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എടുത്ത് പടം എടുത്തേക്ക്. വലിയ ബഡ്ജറ്റും ഇല്ല. ആറാട്ടന് ചെറിയ പൈസ കൊടുത്താൽ ആ സിനിമ സംവിധാനം ചെയ്തോ. ഞാൻ തിരക്കഥ എഴുതിക്കോളാം. താൻ എഴുതിക്കൂ. ഞാൻ പോയി എഴുതാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒന്നിച്ചിരുന്ന് എഴുതാം, ഒന്നിച്ചിരുന്ന് ഡയറക്ട് ചെയ്യാം, ഒന്നിച്ചിരുന്ന് പടവും കാണാം. ഒരുപാട് വഴവഴയായാലും ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. അതൊക്കെ എവിടെ കേട്ടോ? മധുവല്ലേ അത്? മലപ്പുറത്ത് ചായ കുടിക്കാൻ ചായ മലപ്പുറത്തോ? കടയില്ല. മലപ്പുറത്ത് കടയില്ലേ? കഴിഞ്ഞ ആഴ്ച കടയില്ലെങ്കിലേ മലപ്പുറത്തോട്ട് പോകണ്ടോ? അതെ. ഈ കട നടത്തുന്നത് മുഴുവൻ കാക്കന്മാരാണെങ്കിൽ അവന്മാര് കട എടുത്തിടും. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്.
മനസ്സിലായില്ലേ? അല്ല അതല്ല പ്രശ്നം. അല്ല, വേറെ കാര്യമുണ്ട്. വേറെ കട കണ്ടെത്തി പോയി കുടിച്ചോളാം. അങ്ങനെ പറ്റത്തില്ല. എങ്ങനെ പിന്നെ ഞാൻ എന്താണല്ലോ അടുത്ത വർഷം ഈ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് മലപ്പുറത്തെത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അവിടെ ഇത്രയും ദിവസം എത്ര നേരം പല കടകളിൽ ഞാൻ കയറും, ചായ കുടിക്കാൻ കയറും, ആഹാരം കഴിക്കാൻ കയറും. അങ്ങനെ കയറി മലപ്പുറത്ത് ചെല്ലുമ്പോൾ എനിക്ക് ചായ ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയും. അതിനെന്താ കുഴപ്പം? അല്ല, താൻ പറഞ്ഞോ, അതിനെന്താ? അതിന് കുഴപ്പമില്ല. അതിന് സുരേന്ദ്രൻ പറയുമ്പോൾ മാത്രമേ അങ്ങനെ കാണിക്കുന്നുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യണ്ടോ അല്ല ഇങ്ങനെ പറയുന്നത്. ഇയാള് പറഞ്ഞത് കൊണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോ എനിക്ക് ചായ കാപ്പി ഒന്നും കിട്ടില്ല. പച്ച വെള്ളം കിട്ടത്തില്ലെന്നൊക്കെയാ പറഞ്ഞത്. ഇച്ചിരി കൂടുതലല്ലേ? അതെ, പോയി നോക്കട്ടെ. അങ്ങനെയൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ പോസിബിൾ ആണോ? അത് അങ്ങനെ വെള്ളം പോലും കിട്ടാത്ത നോക്കാം. എന്താണ് അതൊക്കെ അങ്ങനെ പറയുമ്പോഴേ ഇതാന്ന് ചെയ്യണ്ടേ. പക്ഷെ എനിക്ക് പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ഈ നോയമ്പ് ടൈമില് അല്ലെ ഈ പറഞ്ഞ ഇത് കൂടി നിൽക്കുന്ന സമയത്ത്, ഈ പ്രഷർ കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ ടെൻഷൻ കൂടുന്ന സമയത്ത്, സ്ട്രെസ് കൂടുന്ന സമയത്ത്, ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത്, ചില ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത്, സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, അങ്ങനെ സമയത്ത് സമയത്ത്, അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സ്വയം കറങ്ങുന്ന സമയത്തും, അതുപോലെ ഭൂമിയെ സൂര്യന് ചുറ്റും കറങ്ങുന്ന സമയത്തും, അങ്ങനെ സൂര്യൻ കത്തി ജ്വലിക്കുന്ന സമയത്തും, വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത്, വേലിയിറക്കം ഉണ്ടാകുന്ന സമയത്ത്, വേലി ചാടുന്ന സമയത്ത്, വേലി മറിഞ്ഞ് ഒളിഞ്ഞു നോക്കുന്ന സമയത്ത്, വേലി ചാടിയാൽ മറ്റേ കോല് കൊണ്ട് കയറുന്നോ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. നല്ല പഴഞ്ചൊല്ല. നീ ചാടിയാൽ മുട്ടല്ലോ, മുട്ടറ്റം. ഞാൻ ചാടിയാൽ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടി ചട്ടി കാളകിടക്കും കയറോടും, ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ട് നിൽക്കും കുതിര. അങ്ങനെ കഴുത കിടക്കും കയറോടും. അല്ലല്ല, കഴുത കാമം കരഞ്ഞു തീർക്കും. കരഞ്ഞൊരു കഴുത ഞാൻ കണ്ടിരുന്നു. ഒരു കഴുത അതിൽ നടപ്പുണ്ട്. കരഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എവിടെയെങ്കിലും പോയി തീർത്തൂടെ? എന്റെ ചോദ്യം അതല്ല, ഈ കഴുതയുടെ കരച്ചിൽ കാണപ്പോൾ ആളുകൾ എന്തിനാണ് ആവശ്യമുണ്ടോ? കഴുത മാറിയിരിക്കുന്നു. വിഷയത്തിൽ നിന്നും കഴുതയിലെത്തിയിരിക്കുകയാണ്. അതും ഈ പറയുന്ന പോലുള്ള വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ബസൂക്ക എന്ന സിനിമ തുടങ്ങുമ്പോൾ തന്നെ, ബസൂക്ക എന്ന സിനിമ അത് തുടങ്ങുമ്പോൾ തന്നെ ആ സിനിമ അവിടെ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു തുടക്കം, അതൊരു തുടക്കമാണ്. മാത്രമല്ല, ഇതൊരു തുടക്കമല്ല, വളരെ പുതുമയുള്ള ഒരു തുടക്കമായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു തുടക്കം തന്നെ, വളരെ ഒരു പുതിയൊരു തുടക്കമായിരുന്നു. അവസാനം ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക അവസാനം. അങ്ങനെ ഒരു സിനിമ, എല്ലാം ഉണ്ടായി. പിന്നെ ആവശ്യത്തിന് ഫൈറ്റ്, ആവശ്യത്തിന് ബസൂക്ക, ആവശ്യത്തിന് വേറെ മമ്മൂക്ക, ആവശ്യത്തിന് അങ്ങനെ എല്ലാം ഓക്കെ, എല്ലാം സിനിമയെ ബസുക്കോക്ക് എന്തോ പറഞ്ഞ് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ അതിന്റെ മനസ്സിലാവാത്ത, എസ്തെറ്റിക് സെൻസ് ഇല്ലാത്ത ആറാട്ടനെ പോലത്തെ ഒരാൾ അഭിനയിച്ച് സിനിമയെ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. ഇത് ആറാട്ടനെതിരെ കോക്ക് മനഃപൂർവ്വം ചെയ്ത പോയി അഭിനയിക്കണമെന്നുള്ള മോഹവുമായി കയറി ചെന്നത്. എവിടെയായിരുന്നു? അവിടെ സിനിമ ഇല്ലായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നിരുന്നു സിനിമയെ വിമർശിച്ച്. മോനെ വേണ്ട, അണ്ണന്റെ പടത്തിനെ വിമർശിക്കാൻ നീ ആയിട്ടില്ല കുട്ട. അല്ല, ഇക്കയുടെ പടത്തിനെ വിമർശിക്കാൻ കൊക്കായിട്ടില്ല. ബസുക്ക നോ വേണ്ട മോനെ, അത് വേണ്ട മോനെ. നീ മറ്റേ എന്താ എമ്പുരാൻ കറക്റ്റാണ്. പക്ഷെ ഇത് ശരിയായില്ല. മാപ്പ് പറയേണ്ടി വരും. ഇത് മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, അണ്ണനെ ഒന്ന് കണ്ട് കരഞ്ഞ് കാര്യമുണ്ട്. നമ്മളിത് കുറച്ച് രാജ്യദ്രോഹമൊക്കെ ഉണ്ട് ഇതിനകത്ത്.
രാജ്യദ്രോഹം അല്ലേ, ഇതിനകത്തൊരു പ്രകൃതിദ്രോഹം സംഭവിച്ചിട്ടുണ്ട് ആ സിനിമയിൽ. അതിന് തീർച്ചയായിട്ടും താൻ ആ ബസ് ഓടുന്നത് ഒരുപാട് നേരം ബസ് ഓടുമ്പോഴേക്കും അതുപോലെ തന്നെ പൊല്യൂഷൻ അതുണ്ടാവുന്നുണ്ട്. ലാൻഡ് ക്രൂസർ ഓടുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പൊല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ വണ്ടി ഓടുമ്പോൾ മറ്റേ ഇത് പുറപ്പെടുവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് പൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. നോ നേച്ചർ ഈസ് ഹാർംഡ് ബൈ മേക്കിംഗ് ഓഫ് ദിസ് സിനിമ. This bus of the and no bazooka is used in this movie. Even the cinema's name is Bazooka, but there is no bazooka used in this movie. Only bus and one hookah and Ika is a very old man in a glamorous. If there is no hookah in this movie, why this hookah? എന്തിനാണ് ഇങ്ങനെയൊക്കെ അല്ലേ? അത് കോക്കിനെ പോലത്തെ ഒരു റിവ്യൂവർ ഒരു പടത്തെ ഡിഗ്രേഡ് ചെയ്യാൻ. കോക്ക് ശരിക്കും ഒരു ഫിലിം റിവ്യൂവർ ആണല്ലോ, സിനിമ റിവ്യൂവർ ആണ്. അതെ അതെ. ഈ കോക്കിന് ആറാട്ടെണ്ണനോട് കുശുമ്പാണ്. അല്ലല്ല, മനസ്സിലായോ? അതായത് ഇയാള് തിയേറ്റർ റിവ്യൂവർ ആണ്. ഫസ്റ്റ് റിവ്യൂവർ ഓഫ് ദി തിയേറ്റർ റിവ്യൂവർ ഓഫ് ദി ഫിലിം ഇൻഡസ്ട്രി ഓഫ് ദി ഹാഫ് ടൈം. ഇന്റർവെല്ലിന് മുമ്പ് 10 മിനിറ്റ് റിവ്യൂ ഒക്കെ ചെയ്യണം. കാര്യമുണ്ട്. അണ്ണൻ മാത്രമേ 10 മിനിറ്റ് സിനിമ കണ്ടിട്ട് ഇറങ്ങി റിവ്യൂ പറഞ്ഞപ്പോൾ പ്രശ്നമാണ്. പിന്നെ 10 മിനിറ്റുള്ള പടം എങ്ങനെ കാണും? അത് കാണാൻ പറ്റാത്തതുകൊണ്ട് പടം ഇറങ്ങിയപ്പോ അവന്റെ ഒന്നായി കയറി പിടിക്കുന്നു. അതെങ്ങനെയുണ്ട്? എന്ത് കാര്യമാണ്? ബോധം വേണ്ട ടൈമാർക്ക്. അത് അവന്മാരെ വിളിച്ചറിയിച്ചില്ല. 10 മിനിറ്റ് പടം കാണാൻ ഏതോ ഒരു സെക്കൻഡ്. അതൊരു പ്രശ്നം. പിന്നെ ഹാഫ് വരെയുള്ള ഒരു സിനിമയുടെ ഹാഫ് ടൈം റിവ്യൂ അല്ലേ, അപ്പ റിവ്യൂ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്റർവെല്ലിന് വന്നിറങ്ങി ഹാഫ് ടൈം റിവ്യൂ പറഞ്ഞ only one and only the one love sing one side love is painful the അണ്ണൻ. അത് കഴിഞ്ഞ് പടത്തിന് കണ്ടു കഴിഞ്ഞ് ആദ്യം ഇറങ്ങി വരുമ്പോൾ ക്യാമറകളുടെ 100,000 ക്യാമറകളുടെ മുന്നിൽ നിന്ന് റിവ്യൂ പറയാനുള്ള ചങ്കുറ്റം കോക്കിനുണ്ടോ? അതുണ്ടാവണമടാ. നീ ആണാണെങ്കിൽ ഇറങ്ങി വാ. നീ ആറാട്ടണ്ട മുന്നിൽ വാ. തിയേറ്ററിൽ വന്നാലുണ്ടല്ലോ, തിയേറ്ററിൽ വന്ന് പറ്റില്ല നിനക്ക് മോനെ. നീ റൂമിൽ കയറിയിരുന്ന് കൊണക്കുമായിരിക്കും. അത് നിനക്ക് ആണാണ്, ചങ്കൂറ്റമുള്ളവനാ. നേരെ ഇറങ്ങി വരും. എന്നിട്ട് തിയേറ്റർ പറയും, തിയേറ്റർ ഓണർ അടക്കം തെറി വിളിക്കൂടാ അണ്ണൻ. എന്നെ കൊണ്ട് പറ്റൂ. അതാണ് അണ്ണൻ. അത് ഡീഗ്രേഡിംഗ് ഒന്നും അണ്ണൻ എന്ന് പറഞ്ഞു. അണ്ണന്റെ വ്യത്യസ്തമായ ടീമാണ്, വേറൊരു ടീമാണ്, നല്ലൊരു ടീമാണ്. അല്ല സോറി, ആട്ടമാണ്. മറ്റേ പറഞ്ഞത് നമുക്ക് ആറാടുകയാണ്, ആട്ടമാണ്, വേറെ ടീമാണെന്നൊക്കെ പറഞ്ഞു. ടീമാണ്, നല്ലൊരു ടീമാണ്, നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടാവും. നല്ല ടീമാണെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എക്സ്പെക്ടേഷൻ പോലെ തന്നെ വീട്ടിൽ അത് കഴിഞ്ഞ് പടം കണ്ടു കഴിഞ്ഞപ്പോ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടാകുന്നൊക്കെ ആറാട്ടെന്ന് പറഞ്ഞു. നല്ല സിനിമ. ആറാട്ടന്റെ അത്രയും വലിയ റിവ്യൂർ ഒന്നും കേരളത്തിലില്ല. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവനാണ്, ഇവനാണ്, അതാണ്, മറ്റാണ്, CCTV, TTC, ITC, IIT, WCC, WWF, അങ്ങനെയൊക്കെ. എന്താ ഇതിന്റെ ആവശ്യം? എന്താ DTP എന്നൊക്കെ പറയുന്ന PT ഭാഷ എന്താ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. നമ്മളൊരു സിനിമ ലാഗ് ഉണ്ട്, നല്ല ടീമാണ്, എല്ലാരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്, മേക്കിംഗ് അടിപൊളിയാണ്. പിന്നെന്താ, എനിക്ക് ക്രഷ് ഉണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം? അല്ല, കോക്ക് എന്താ ഉദ്ദേശിച്ചത്? കോക്ക് എന്താ? കോക്കിന്റെ രീതി എന്താ? കോക്ക് DOP, മറ്റവൻ സംവിധായകൻ, നമ്മുടെ നായകൻ, പിന്നെ സംവിധായകന്റെ വീടിരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിന്റെ പഞ്ചായത്ത് ഓഫീസ്, രേഖാചിത്രം, വീട്ടിലോട്ടുള്ള മാപ്പ്, എന്ത് കൊറിയയുടെ എന്ത് കാര്യത്തിനത്? എന്ത് ആവശ്യത്തിനാണ്? എന്തിനാ ഇവൻ ഈ കോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവൻ ഇത് നിർത്തണം. ഈ സിനിമ നശിപ്പിക്കാനും ഈ സിനിമയ്ക്ക് ഭയങ്കര പ്രതിസന്ധി ഉണ്ടാകുന്നത് ഈ കോക്കിനെ പോലെയുള്ള റിവ്യൂസ്. അണ്ണൻ നോക്ക്, അണ്ണൻ വരുന്നു, റിവ്യൂ പറയുന്നു, പോകുന്നു. ഒരു പ്രശ്നമില്ല. ഇവനങ്ങനല്ല.
ഇവൻ കുത്തിയിരിക്കും വേഷം കിട്ടി കിട്ടുന്നു വേഷം കിട്ടി ഒരു വേഷം കിട്ടിയിട്ടുണ്ട്. അണ്ണൻ എന്തിനാ വേഷം കിട്ടുന്നവര് ഞാൻ തിയേറ്ററിന്റെ മുന്നിൽ വന്ന് കങ്കുവ, പുഷ്പ, പിന്നെന്തോ ഇങ്ങനെ കുറെ എണ്ണം വന്ന് ആ തിയേറ്ററിന്റെ മുന്നിൽ കിടന്ന് എന്തോ വേഷം കെട്ടി തുള്ളുന്നവരെ പോലെ ഒരു റിവ്യൂവർ കിടന്ന് വേഷം കെട്ടേണ്ട ഒരാവശ്യം. ഇതൊക്കെ ഇവിടെ നീ തുടങ്ങി എന്നൊക്കെ പറഞ്ഞാലും അത് ഞങ്ങൾ വിശ്വസിക്കും, ഞങ്ങൾ അത് സമ്മതിക്കില്ല, നമ്മൾ സമ്മതിക്കത്തില്ല. ഇവൻ തുടങ്ങിയിട്ടായിരിക്കും ചിലപ്പോ ഇത് കണ്ടിട്ടായിരിക്കും പലരും പക്ഷെ നമ്മൾ അംഗീകരിക്കില്ല. അത് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഇവനുടനെ വന്നിട്ട് വേഷം കെട്ടാൻ തുടങ്ങി. തിയേറ്ററിൽ പിള്ളേർ വന്ന് കളിച്ചപ്പോ മനസ്സിലായോ? നമ്മള് കുറെ അപ്പൊ വന്നിട്ട് കോക്ക് വേഷം കെട്ടാൻ തുടങ്ങി. അടിച്ചു മാറ്റി. കേരളത്തിൽ ആദ്യമായിട്ട് ഇതൊന്നും കോക്കൊന്നും അല്ല ചെയ്തത്. ഏതാ ആ സിനിമയൊക്കെ ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്ന് ഒരു റിവ്യൂ ചെയ്തത് കോക്കൊന്നും അല്ല. ചിലപ്പോ ഇവൻ പറയുമായിരിക്കും, അല്ല വേറെ എല്ലാവരും പറയും കോക്കിന് കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട്, കുറെ കൂറ പിള്ളേരുണ്ട്, ഏതോ FFC എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ FFC എന്താണ് അതിന് പേര്, എന്തോ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ പേര് സിനിമകളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ ഉള്ളവന്മാര് പറയുമായിരിക്കും കോക്കായത് തുടങ്ങിയെന്ന്. ഏത് അതൊന്നും അല്ല, നമുക്കൊക്കെ കാര്യങ്ങൾ അറിയാം, മനസ്സിലായോ? നമ്മളെല്ലാം അറിയാത്ത കാര്യങ്ങളൊന്നും ഇവിടെ തികഞ്ഞിരിക്കുന്നത് നമ്മളോട്. തികഞ്ഞ യൂട്യൂബർ എന്നാ എനിക്ക് മനസ്സിലായി. ഞാൻ തികഞ്ഞ കംപ്ലീറ്റ് ആക്ടറാണ്. നമ്മൾ തികഞ്ഞ യൂട്യൂബർ, എല്ലാം തികഞ്ഞ യൂട്യൂബർ. എന്നോട് എല്ലാം അറിയുന്ന ഞാൻ തന്നോട് തനിക്ക് കുറെ അറിയത്തില്ലേ? ഇപ്പൊ കുറച്ചാളായിട്ട് എല്ലാം തോന്നുന്നില്ലേ? അല്ല തനിക്കെല്ലാം അറിയുന്ന ഒരാളുടെ കൂടെയാണല്ലോ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. തനിക്കെല്ലാം അറിയാന്നുള്ളത് എനിക്കറിയാം. അപ്പൊ തനിക്കറിയാം, എല്ലാം അറിയുന്നത് തന്നെ എനിക്കറിയാലോ. കോക്കിന് വല്ലതും അറിയോ? കോക്കിന്റെ വിചാരം കോക്കാണ് റിവ്യൂ ഉണ്ടാക്കിയത്, പക്ഷെ ആറാട്ടെണ്ണ ഉണ്ടാക്കിയത്. പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റിവ്യൂവർ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു കോമാളി കളിക്കാനും വട്ട് കാണിക്കാനും ഭ്രാന്തളയ്യവനൊക്കെ വന്ന് ഓരോന്ന് പറയാം. ആറാട്ടെണ്ണ കണ്ടു വന്നവരാ. അത് കഴിഞ്ഞാണ് ഈ കോക്കിന്റെ ഒക്കെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ സാധനം ഒന്ന് അറിഞ്ഞു തുടങ്ങിയത്. സിനിമ റിവ്യൂ എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് ആണൊരുത്തൻ പറയുന്ന ഒറ്റൊരുത്തൻ one and only one love. One side love is painful. നേരിട്ട് പറയും, മുഖത്ത് നോക്കി പറയും, പോടാ നേരെ തിയേറ്ററോടമേ വിളിക്കേണ്ടി. അതാണ് മോനെ ആറാട്ടൻ. അല്ലാതെ നീ പാത്തും പതുങ്ങിയിരുന്ന് വേഷവും മാറി ആളറിയാത്ത പോലെ ഇരുന്ന് വീഡിയോ ഇട്ടാല് ഇത് റിവ്യൂ ആണ്. ഈ കോക്ക് വേഷം മാറുന്ന ആളറിയായിരിക്കാൻ വേണ്ടിയായിരിക്കും എനിക്ക് തോന്നുന്നു. പുറത്തിറങ്ങുമ്പോൾ ആരിൽ ഇടിക്കൊന്ന് പേടിച്ചിട്ടാ. പേടിയാ, കോക്കിന് പേടിയാ. ലാലേട്ടൻ ലാലേട്ടൻ എന്നല്ല, എല്ലാ സിനിമക്കാരെയും കോക്കിന് പേടിയാ. കോക്കിന് പേടി. കോമഡി എന്ന് പറയാമോ? കോക്കിന് അവരെ പേടിയാ, അവർക്ക് കോക്കിനെ പേടിയാ. എന്നാൽ ആറാട്ടത്തിന് അവർക്ക് പേടിയില്ല, ആറാട്ടത്തിന് അവരെയും പേടിയില്ല. കോക്ക് അണ്ണനെ കണ്ടു പഠിക്കും. അണ്ണൻ ആരാന്ന് വിചാരിച്ച്? സിനിമ നടൻ. അസൂയ 4 സിനിമ. ഇത് അണ്ണന്റെ സിനിമയാണ്. അണ്ണൻ 3 പടത്തിൽ അഭിനയിച്ചു, ഒരു പടത്തിൽ പോലും കൊടുക്കുന്നില്ല. ഈ 3 സിനിമ കഴിഞ്ഞാൽ അമ്മയില് മെമ്പർഷിപ്പ് ഇട്ടോളൂ. അയ്യോ, ഇനി ഒരു പടം കൂടെ കഴിഞ്ഞാൽ അമ്മയിലോട്ട് ചെന്നിട്ട് ഒരു പരിപാടി ഉണ്ട്. അമ്മയെ പ്രപ്പോസ് നായകനായിട്ട് ചെയ്തൊരു മാത്രമാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? അമ്മയിലുള്ളത് നായകനായിട്ട് അഭിനയിക്കുന്നത് ഉണ്ട്. പടത്തിലാണ്ട് ഇത്ര റോള് വേണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മഞ്ജു വാര്യർ നായകനായിട്ട് അഭിനയിച്ചിട്ടില്ലല്ലോ. അല്ല, അങ്ങനല്ല. പിന്നെ ഇത് ആണുങ്ങളാണ് നായകനായിട്ട്. മഞ്ജു വാര്യർ ഒരു പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നായകനായിട്ട് സിനിമ അങ്ങനെ ഒരു പടമുണ്ട്. ശരി, പഴയ ഒരു പടമാ. മഞ്ജു വാര്യർ നായകനായിട്ട് അഭിനയിക്കുന്നത്. ഓക്കെ. അത് മഞ്ജു വാര്യർ അനിയനാണെന്ന് തോന്നുന്നു വീടിന് അഭിനയിക്കുന്നത്. മഞ്ജു വാര്യർ അനിയനെ രക്ഷിക്കാൻ മഞ്ജു വാര്യർ വരുന്ന പടം. അങ്ങനെ എന്നിട്ട് മഞ്ജു വാര്യർ അനിയൻ അങ്ങനെ രക്ഷപ്പെട്ടില്ല. അതിനകത്ത് ഈ ആൺവേഷം കെട്ടിയിട്ട് മഞ്ജു വാര്യർ ഇങ്ങനെ കുതിരപ്പുറത്ത് വരും. ഒരു രാജാവിന്റെ അവിടെ പോകും. രാജാവിന്റെ അവിടെ ചെന്നിട്ട് വേഷം മാറി എന്നിട്ട് രാജാവിന്റെ മന്ത്രി പോലെയൊക്കെ അഭിനയിച്ച് എല്ലാരെയും സ്വാഗതാക്കി രാജാവിന് രാജ്യം രക്ഷിക്കും. ആ രാജ്യത്തിന്റെ രാജാവ്. അങ്ങനെ ഒരു പടം എന്തോ ഞാൻ ഓർക്കുന്നില്ല. മരുഭൂമിയിലാണ്, ഒട്ടകമുണ്ട്, കുതിരയുണ്ട്. ഓക്കെ, മറ്റേ അറബിക് കോസ്റ്റ്യൂമിലൊക്കെ മനസ്സിലായി. അങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ. അതൊരു തീട്ട സിനിമയായിരുന്നു എന്റെ ഓർമ്മ. തീട്ടപ്പടം ഒന്നുമല്ല, നല്ല പാട്ടൊക്കെ ഉണ്ട്. എന്താണ് അതിന്റെ അതല്ല, ഞാൻ കേൾപ്പിക്കാം. ദയ മൂവീസ് നല്ല പാട്ടുണ്ട്, അത് നമുക്ക് പാടാവേ. ഞാൻ പാടാം. ഞാൻ പാടണ്ട കേട്ടോ. ഞാൻ പാടുന്നില്ല.
ദയ ദയ. ഇതാണ് ശാരദേന്ദു നീതു അതല്ല ശാരദേന്ദു നീതു അതാണല്ലോ കൂടുതൽ. അതല്ല സ്വർഗം തേടി വന്നവരേ സ്നേഹലോലമായ ഏതോ പാട്ടിന് സ്വർഗം തേടി വന്നോരേ മലയാള സോങ്. ഇതെന്താ ഇങ്ങനെ ശാരദേന്ദു നീതു സ്നേഹ കൂടെ സ്നേഹലോലമാം സ്വർഗം തേടി വിഷാദരാ തേടി നീയൻ കാമോ മോഹിനി. അയ്യോ അതെനിക്ക് ഞാൻ മറന്നുപോയല്ലോ. നമ്മള് തെന്നി മാറിട്ടോ. എനിക്ക് തെന്നട്ടെ മഞ്ജുവാറിന് വേണ്ടിട്ടല്ലേ കുറച്ചേരം തെന്ന. ഇതല്ല പാട്ട്. എവിടെ ഒരു സുഖം. ആ പാട്ടെന്ന് പറഞ്ഞു പാമ്പറ. ആ പാട്ടല്ലേ ഈ പാട്ട്. ഞാൻ ഉദ്ദേശിച്ച പാട്ട് വേറെ ഏതോ പാട്ട്. ഏത് പാട്ടേലും പാട്ട് വിഷയമല്ല. നമ്മുടെ വിഷയം ബസൂക്കയാണ്. ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറെ പറ്റി ഇവന്മാർക്ക് വരും ചിന്തിക്കരുത്. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണോ ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർ, അതിനകത്തിരിക്കുന്ന യാത്രക്കാര്, അയാളുടെ കുടുംബം, ഇതിനെ പറ്റി മേനോന്റെ കുടുംബത്തെ പറ്റി ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ സിനിമ ബസൂക്ക പോലത്തെ ഒരു സിനിമ, അത്രയും ആ ബസ്സിൽ ജോലി ചെയ്ത ആൾക്കാര്, ആ ബസ്സിന്റെ ഓടം, ഒരു ദിവസം ട്രിപ്പ്. അതെ, അത് മുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ട്രിപ്പ് മുടങ്ങിയാൽ എന്ത് സംഭവിക്കും? സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ബസ്സിന് വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ ബസ്സിലെ യാത്രക്കാരുടെ സന്തോഷത്തെ പറ്റി, അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി, ആ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ജോലിക്ക് പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ ആശുപത്രിയിൽ പോകുന്നവരുണ്ടാവും. അങ്ങനെ ഒരു ബസ്സിനെ പറ്റി ഇത്തരം കമന്റുകൾ പറഞ്ഞ് ആ സിനിമയെ തകർക്കാൻ ശ്രമിച്ച് ആ യാത്രക്കാരുടെ മുഴുവൻ കഷ്ടതകൾ അറിയാതെ, അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാതെ, അവരുടെ കഷ്ടപ്പാടുകൾ അറിയാതെ ഇത്തരം പണി കാണിച്ച് കോക്ക് ഉറപ്പായിട്ടും ഇതിന് മാപ്പ് പറയണം, മാപ്പ് പറയണം. അതുപോലെ തന്നെ ഒരു വണ്ടി, അതിന്റെ വർക്ക്ഷോപ്പിലെ പണി, അതിന് ടയർ പണിക്കാർ, എല്ലാവരും അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരെ പറ്റിയൊക്കെ ചിന്തിക്കണ്ടായിരുന്നു. എത്ര പേരുടെ കഷ്ടപ്പാടാണ് ഈ പെട്രോൾ, എത്രയോ ആളുകളുടെ കഷ്ടപ്പാടാണ്. ഇതൊന്നും അറിയാതെ ഓരോ സിനിമ, അതും തമിഴ്നാട്ടിൽ സംവിധാനമായിട്ട് നിന്ന് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് വീണ്ടും കഷ്ടപ്പെടുന്ന വാസുദേവ മേനോനെ പറ്റി, വാസുദേവ മേനോന്റെ കുടുംബത്തെ കുറിച്ച് മാത്രമല്ല, ഈ 78 80 വയസ്സുള്ള ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ, ഒരു വേഷം കെട്ടി 78 വയസ്സുള്ള മധ്യവയസ്കനായ ചെറുപ്പക്കാരൻ വേഷം കെട്ടി ഇത്രയും കഷ്ടപ്പെട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ നടന്നും ഇരുന്നും ഒക്കെ ജോലി ചെയ്യുന്ന കണ്ടിട്ട് ഇത്രയും പ്രായമുള്ള ഒരാൾ ജോലി ചെയ്യുമ്പോൾ അയാളെ കഷ്ടപ്പാടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കോക്ക് മാപ്പ് പറയണമെന്ന് പറയാൻ ഇത് വാർദ്ധക്യ ഷേമിംഗ് ആണ്. വാർദ്ധക്യ ഷേമിംഗ് ആണ് കോക്ക് ചെയ്തിരിക്കുന്നത്. കോക്ക് അത് മനസ്സിലാക്കണം. കോക്ക് ഒരു വാർദ്ധക്യ ഷേമിംഗ് ചെയ്യാൻ തനിക്ക് നാണമില്ലേ? ഒരു ലജ്ജയില്ലേ? ഒരു യുവാവായ കോക്ക്, സ്ഥിരം വൈറലാകുന്ന യുവാവേ, ലജ്ജാവഹം വളരെ മോശമായി പോയി. വാർദ്ധക്യ വൈറലായി പോയി. ഒരു വാർദ്ധക്യ പെൻഷൻ മേടിച്ച് ജീവിക്കുന്ന മനുഷ്യനെ, അയാളുടെ ബുദ്ധിമുട്ടുകളെ പറ്റി, അയാളുടെ കഷ്ടപ്പാടുകളെ പറ്റി, അയാളുടെ മകൻ അഭിനയിക്കുന്നു, എല്ലാവരും ആ വീട്ടിലെല്ലാവരും പണിയെടുത്ത് കഷ്ടപ്പെടുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരനാണെങ്കിൽ ഇവിടെ പണി കുറഞ്ഞിട്ട് പലയിടത്തും പല ഭാഷകളിലുള്ള പല നാടുകളിൽ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്ന മകനെ പറ്റി ചിന്തിക്കുന്നത് ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു. ഇല്ല കൂളിംഗ് ഗ്ലാസ് ഞാൻ വെക്കില്ല. എനിക്ക് കൂളിംഗ് ഗ്ലാസ് വേണ്ട. എന്റെ ഇക്ക എനിക്ക് കൂളിംഗ്, ഞാൻ ഇനി വെക്കില്ല കൂളിംഗ് ഗ്ലാസ്. കൂളാൻ പറ്റില്ല. ഇനിയില്ല. ഇത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാൻ നോക്കുന്ന ഒരു കോക്കും, എന്നാൽ അതിന്റെ സത്യാവസ്ഥകൾ മാത്രം വിളിച്ചു പറഞ്ഞ അണ്ണനും തമ്മിലുള്ള വ്യത്യാസം തനിക്ക് മനസ്സിലായി. അണ്ണൻ പ്രാന്തനാണ്, മണ്ടനാണ്, വെളിവില്ലാത്തവനാണ്, പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നവനാണ്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നവനാണ്, മൂക്കി കൈയിടുന്നവനാണ്, തുപ്പലെറിപ്പിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അതും സത്യം മാത്രം പറയുന്നത്, സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അക്രമം നേരിടുന്ന ഒരു വ്യക്തിയാണ് ഈ അണ്ണൻ. സത്യങ്ങൾ തുറന്നു പെണ്ണ് കിട്ടാത്തത്. കോക്കിന് കള്ളത്തരം പറയുന്നതുകൊണ്ട് പെണ്ണ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണോ വേണ്ടേ? ശരിയല്ല. അണ്ണന് പെണ്ണ് കിട്ടാത്തത് സത്യം പറയുന്നുണ്ട്. അണ്ണന് ഇനിയിപ്പോ ഇത്രയും സത്യം പറയുന്നതുകൊണ്ട് ഇനിയിപ്പോ പെണ്ണും കിട്ടാതിരിക്കാനാണ് സാധ്യത. ഇനി ആണ് പോലും കിട്ടത്തില്ല. ആണെന്നല്ല, ചിലപ്പോ ഇനി ഒന്നും കിട്ടും. ആണോ? ആണിനെ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? അണ്ണന് ആണുങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതെയോ? ആണിന് അങ്ങനെ പറ്റത്തില്ല. പെണ്ണല്ലാതെ വേറൊരു വഴിയില്ല. ഒരു പെൺ കഴുതി ഒപ്പിച്ചു കൊടുത്താലോ? അത് പെണ്ണ് കഴുതിയോ കുതിരയോ പശുവോ ആടോ പെണ്ണായ പോലെ അങ്ങനെ പെണ്ണ് വേണമെന്നാണ്. അത് എന്താണേലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിന് പുറത്തുനിന്ന് ഒരു പെണ്ണിനെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കല്യാണം പക്ഷെ എന്നാലും അവരോട് വരുമ്പോൾ അറിയും ഇന്ത്യക്ക് പുറത്തുനിന്ന് സെലിബ്രിറ്റി ആണെന്ന്, സത്യം പറയുന്ന ആളാന്ന് അവരറിയും. ഈ ഭാഷ ഇവിടെ ഒരിക്കലും ഇവിടെ എനിക്ക് ആകെ ഒരു പ്രതീക്ഷയുള്ളൂ, ഒരു ഡോള് നടക്കില്ല. അതാകുമ്പോ അണ്ണൻ പറയുന്ന എല്ലാം കേട്ടിരുന്നോളൂ. അണ്ണനോട് എന്തെങ്കിലും പറയുമ്പോ തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ. ശരിയാ. ഫോൺ ചെയ്താലും അത് കഴിച്ച് കട്ട് ചെയ്ത് പുള്ളിനെ കട്ട് ചെയ്യും. അത് വീണ്ടും വിളിച്ചിട്ട് അണ്ണനില്ല, ഇനി ആരാട്ടണ്ണനില്ല ഇത് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. പിന്നെ വിളിച്ചിട്ട് പറയും എന്റെ സ്വത്തെല്ലാം അടിച്ചോണ്ട് അമ്മ പെങ്ങളമാർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, എനിക്ക് അതാവുന്നു ഇതാവുന്നു, എൻ്റെ എല്ലാം പോയി. കാരണം ആറാട്ടൻ ഇനിയില്ല, ആറാട്ടൻ ഇനി തിയേറ്ററിൽ പോകത്തില്ല, ആറാട്ടൻ ഇനി റിവ്യൂ ചെയ്യത്തില്ല. ഇത് കേൾക്കുന്ന തുടങ്ങിയിട്ട് കുറെ നാൾ. എന്നാ വല്ല ആ പാവയെ മേടിച്ചു കൊടുക്കുകയാണ്, അതിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരെ അണ്ണന്. അതാകുമ്പോൾ അണ്ണൻ്റെ എല്ലാ ഒരു പെണ്ണ് വേണം. അല്ല ഇനിയിപ്പോ ഇനിയിപ്പോ ഡോള് പോരെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ ഇത് ഡീൽ ചെയ്യാം. പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായിട്ടുള്ളത് കാർബൺ ഉപയോഗിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടെ, നമ്മളിലും കാർബൺ, ഡോളിലും കാർബൺ, മെറ്റാഫിസിക്സും മറ്റു സാധനവും ക്വാണ്ടം മെക്കാനിക്സും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്ലബ് ചെയ്തിട്ട് താനത് പറഞ്ഞോ എവിടെയെങ്കിലും ഇതിന്റെ ഉള്ളില് നമ്മുടെ ഒരു സാധനവും ഇതിന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് തനിക്കത് പറയാം. ബേസിക്കലി ഡോളാണെങ്കിലും അത് ഫിലോസഫിക്കലി ഒരു ഗേൾ ആണെന്ന് അല്ലേ? ശരിക്കും അങ്ങനെ പിന്നെ ഇന്റർവ്യൂ തുടങ്ങും. ബേസിക്കലി അതൊരു ഡോളാണ്, പക്ഷെ ഫിലോസഫിക്കലി അത് ഗേളാണ്. എഞ്ചിനീയറിംഗിൽ ഇതിനെ ഡോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയും, ഡോൾ മേക്കിംഗ് എന്ന് പറയും. ഞാൻ അവളെ ഡോളിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോളിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഡോളിയുടെ ക്രഷാണ്, ലാഗില്ല, വളരെ സെൻസിറ്റീവ് ആണ്, വൺ സൈഡ് ലവ് ആണ്, വൺ സൈഡ് ആണ് എല്ലാം എന്നൊക്കെയാണെന്ന് പറഞ്ഞ അവിടെ അല്ലേ. പീസ്ഫുൾ ആയിട്ട് അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത്, സമാധാനം കിട്ടണം ഭാവത്തിന്. അങ്ങനെ അണ്ണന്റെ സിനിമ പക്ഷെ സിനിമ റിവ്യൂ, അണ്ണന്റെ അത്രയും സിനിമ റിവ്യൂ ഇവിടെ ഒരാളും ചെയ്തിട്ട് റിവ്യൂ ചെയ്തത് മാത്രമല്ല, അതുമല്ല എല്ലാ ഭാഷകളിലും സിനിമ കാണുന്നുണ്ട്. എസ്തെറ്റിക് സെൻസ് ഉള്ള ആളാണ് അണ്ണൻ. ഇവന് ഈ കോക്കിന് എസ്തെറ്റിക് സെൻസ് ഒന്നും ഇല്ലടോ, എസ്തെറ്റിക് സെൻസ് ഇല്ല, അറിയില്ല. എന്നാ എസ്തെറ്റിക് സെൻസിന്റെ അർത്ഥം പറ. അന്ന് 24 ന്യൂസ് 24 ചാനലിന്റെ മറ്റേ എന്തോ ഒരു കോടതിയോ എന്തോ ഒരു പരിപാടി, അതിനകത്ത് ഹാഷ്മിയും പിന്നെ മറ്റൊരു പ്രൊഡ്യൂസറോ ആരോ ഒരാളായിട്ടുള്ള എന്തോ അയാൾ ആരോ ഒരു ജുബയൊക്കെ ഇട്ടു എന്നിട്ട് ചോദിച്ചു, ഈ എന്തോ ഒരു പടം, മമ്മൂട്ടിയുടെ പടത്തിന്റെ പേരെന്തായിരുന്നു, ഏതോ ഒരു സിനിമ, മമ്മൂട്ടിയുടെ അമൽ നീര് മറ്റേ ബ്രഹ്മയുഗം അല്ലല്ലോ, ബ്രഹ്മോന്നല്ല പറയുന്നത്, വേറെന്തോ ഒരു സാധനം. മനസ്സിലായി. ഇയാള് മറ്റേ കിടക്കുന്നു ഗോഡ്ഫാദർ പോലത്തെ പടം, ജാവോ എന്ന് പറയുന്ന പടം. അതെ, ഹിന്ദിക്കാരാണെങ്കിൽ ജാവോ എന്ന് പറയണം, ഹിന്ദിക്കാരിയാണെങ്കിൽ ആവോ എന്ന്. ഈ പടം, ആ പടത്തിന് ആ സിനിമയുടെ പേരിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചപ്പോ വായും പൊളിച്ചിരുന്ന് അർത്ഥം അറിയാത്തവനെ കോക്ക് ബസൂക്കയുടെ അർത്ഥം നിനക്കറിയാം? ബസൂക്കയുടെ അർത്ഥം പറയും. എന്നാ എനിക്കറിയാം, നിനക്കറിയത്തില്ല, എനിക്കറിയാം. ബസൂക്ക്, അതെ, അതാണ് ബസൂക്ക. അതൊന്നും അറിയാതെ വന്നിരുന്നു റിവ്യൂ. ആക്ഷൻ വരെ നോക്കുന്നത് ഒരു സുഖം ഒരു ബോംബ് അങ്ങോട്ട് പൊട്ടും വളരെ സുഖേ. ബോംബ് പൊട്ടി, തിയേറ്ററിലൊക്കെ ബോംബാ പൊട്ടിയത്. അങ്ങനെ വെറുതെ വെച്ചാൽ ശരിയാകത്തില്ല. അണ്ണ അങ്കപ്പാറ് കണ്ണ അമ്പറാം പൊട്ടി, ബസൂക്ക പൊട്ടി, ഇവിടെ ഏതെങ്കിലും പടം അതിന് തമിഴ്നാട്ടിൽ വരുന്ന വന്നേക്കോ കൂളിംഗ് ഗ്ലാസും വെച്ച് അതുവഴി ഗൗതം വാസുദേവൻ വാസു അത് കഴിഞ്ഞ് വിട്ടോ, തിരിച്ചു പോക്കോ. ഇനി ഇവിടെ ആവശ്യമില്ല. ഇനി മേലെ ഈ പ്രദേശം തമിഴ് തെറി വിളിക്കും. ഒരു തമിഴൻ വന്ന് കിടന്ന് കളിക്കുന്നതിന്റെ ഇവിടെ അംഗീകരണം മാറിയിട്ടില്ല. വേറെ മലയാളി തമിഴ്നാട്ടിൽ പോയി കളിച്ചതാ. അങ്ങനെ ഉണ്ട് കുഴപ്പം. സോറി അളിയാ, അണ്ണൻ ഇനി എന്നാ അങ്ങോട്ട് പോകണ്ട, ഇവിടെ ഇനി അവിടെ ചെന്ന ഇനി അവന്മാർ ഇങ്ങോട്ട് ഓടിക്കും. നീ അവിടെ പോയി ഓരോന്ന് ഒപ്പിച്ചെന്ന് പറയും. വാരണമായിരം
അതൊക്കെയാണ് പുള്ളിയുടെ. അത് വലിയ കുഴപ്പമില്ലാത്ത പടമാണല്ലോ. പുള്ളിയുടെ കുറെ സിനിമകളുണ്ടോ? പുള്ളി അത്യാവശ്യം കുറെ സിനിമ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ആയത് ഇത് ഇനിയിപ്പോ പുള്ളിയുടെ കയ്യിൽ സാധനമില്ല. മറ്റേ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന യുവാവിന്റെ പ്രണയമാണ് മിക്കവാറും പുള്ളിയുടെ കണ്ടന്റ്. അയ്യോ, മനസ്സിലാവുണ്ടോ? ഇപ്പൊ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയർ. ഓ, ഇപ്പൊ എഞ്ചിനീയറിംഗ് അല്ല, എടോ വല്ല ചായക്കട ബേസ് ചെയ്തൊരു പടം ചെയ്യും. അതെ, ചായക്കടയിൽ നിന്ന് ഒരു യുവാവ് വളർന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇപ്പോഴത്തെ ഭയങ്കര ഒരു കണ്ണടയൊക്കെ വെച്ച് കുറെ മാലയും മോതിരൊക്കെ ഇട്ടുണ്ട്. ബിൽ ഗേറ്റ്സ് ഒന്ന് ചായ കുടിച്ചു. ഞാനൊന്നും എനിക്കറിയത്തില്ല എന്ത് ചെയ്യണോ. ഇനി ഞാൻ ചായ അടിക്കാൻ പോകണം. അല്ല, ചായ എന്റെ വീട്ടിലും വരും. അതല്ലടോ, ചായ അടിക്കുന്ന ആൾക്ക് ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആവാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു ജനാധിപത്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ ഒരു ബിൽ ഗേറ്റ്സ് ചായ കുടിച്ചത് ഒരുത്തന്റെ ആ മറ്റേ ഇങ്ങനെ ഏതാണ്ടൊക്കെ കാണിച്ച് മാജിക് പോലൊക്കെയാണ്. മാജിക് അല്ല, ഫാസ്റ്റ് ആയിട്ട് എന്തോ സിഗരറ്റ് എടുത്ത് കൊടുത്തുന്നു. സിഗരറ്റ് അതൊക്കെ ഇനി പിള്ളേർ പഠിച്ചിട്ട് ഇനി മൊത്തം ചായക്കടയിൽ സിഗരറ്റ് വെച്ചോടും. അടിപൊളി. ആ പോവാ. പെയ്തിടും മഴ.